നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നയിക്കുന്ന LDF ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. മാപ്രാണം സെന്ററിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ജാഥ ഉദ്ഘാടനം ചെയ്തു. അൽഫോൺസ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ ആർ ബിന്ദു, വൈസ് ക്യാപ്റ്റൻ NK ഉദയപ്രകാശ്, മാനേജർ ഉല്ലാസ് കളക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, RJD ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പിള്ളി, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് TK വർഗീസ്, ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് രാജു ജോൺ പാലത്തിങ്കൽ, NCP മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് മണപ്പെട്ടി, പ്രൊഫസർ KU അരുണൻ ex-MLA, CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ, DYFI ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, CPI ജില്ലാ കൗൺസിൽ അംഗം P മണി എന്നിവർ പ്രസംഗിച്ചു. 10 വർഷക്കാലമായി LDFന്റെ സംസ്ഥാന സർക്കാരാണ് ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത്. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തന നേട്ടങ്ങളെ സംബന്ധിച്ച് പരമാവധി ജനങ്ങളോട് സംവദിക്കലാണ്, അവരോട് കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കലാണ് മുഖ്യമായും ഈ ജാഥ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമുണ്ട്. LDF സർക്കാരിന്റെ പ്രവർത്തന പരിപാടികളെ സംബന്ധിച്ച് വിശദീകരിക്കൽ മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രൊഫസർ ആർ ബിന്ദുവാണ്. അവര് കേരള മന്ത്രിസഭയിൽ അംഗമാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുക. അരുണാക്ഷൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത വിധത്തിൽ വിവിധ മേഖലകളിൽ വലിയ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ജനക്ഷേമ അടിസ്ഥാനത്തിലുള്ള ഇടപെടലുകളെ സംബന്ധിച്ചുമെല്ലാം നിരവധിയായിട്ടുള്ള സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തുക എന്നതും ഈ ജാഥപതി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന കാര്യമാണ്. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം നിർമ്മാണം നടക്കാതിരുന്നത് കേരളത്തിലെ ദുഷിച്ച രാഷ്ട്രീയം മൂലമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാരിന്റെ ഖേലോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്രൈസ്റ്റ് കോളേജിന് അനുവദിച്ച സിന്തറ്റിക് പാതയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി ഉഷാറാമിന്റെ ശ്രമത്തിൽ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചതായിരുന്നു. ഇതിനായി 1 വർഷത്തെ MP ഫണ്ട് അനുവദിക്കാൻ തയ്യാറായിരുന്നു. ബാക്കി തുക കേന്ദ്ര കായിക മന്ത്രാലയം വഴി ഒരുക്കുമായിരുന്നു. എന്നാൽ കേരളത്തിലെ ദുഷിച്ച രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് അത് നഷ്ടപ്പെട്ടു പോയത്. അവിടെ ഭരണമാറ്റം വന്ന സാഹചര്യത്തിൽ വീണ്ടും ശ്രമം നടത്തി നോക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി, പ്രൊഫസർ ഡോക്ടർ KM സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. അത് MP ഫണ്ടിൽ നിന്ന് എന്ന് വിചാരിച്ച് 5 കോടി 1 വർഷത്തെ മൊത്തം കൊടുക്കാം, ബാക്കി സ്പോർട്സ് മിനിസ്ട്രി, ഇങ്ങനെയൊക്കെ പല വഴിക്ക്. പക്ഷെ അത് കേരളത്തിലെ ഒരു ദുഷിച്ച രാഷ്ട്രീയം കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയതാണ്. അതിപ്പോ ഭരണമൊന്നും അവിടെ മാറി വന്നതുകൊണ്ട് വീണ്ടും ഞാനൊരു ശ്രമം നടത്തുന്നു. അങ്ങനെ വന്നാൽ ഖേലോ ഇന്ത്യയുടെ പേരിൽ തൃശ്ശൂർ അങ്ങനെ ഒരു വലിയ സ്ഥാപനം വരും. അതിന്
തൃശ്ശൂരിൽ നിന്ന് ആദ്യമായിട്ട് BJPക്ക് ഒരു MP എന്തായി പോയെന്ന് പറയുന്നതുകൊണ്ട് ഇനി സെക്രട്ടേറിയറ്റിന് അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം, ഇയാൾ ഇല്ലെങ്കിൽ MP അല്ല, അങ്ങനെയൊക്കെ പറ്റും അല്ലേ? അപ്പോൾ ഒരു 9.5 കോടിയുടെ സിന്തറ്റിക് ട്രാക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വികസിത ഭാരതം എന്ന് പറയുന്നതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി പറയുന്ന 4 വേർട്ടിക്കൽസ് ഉണ്ട്. സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, സബ്കാ വികാസ്. ഈ 4 വേർട്ടിക്കൽസിലും സബ്കാ എന്ന് പറയുന്ന ഒരു എലമെന്റ്. ആ എലമെന്റ് is every citizen, every last mile citizen of this country. So any developmental activity, process which is thought of and then tried at implementing and become of use, sabka എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അതാണ് ഈ ജനാധിപത്യത്തില് കഴിഞ്ഞ 12 വർഷമായിട്ടുള്ള ഏറ്റവും വലിയ. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ശുചിത്വ പഠനോത്സവം മുനിസിപ്പൽ ടൗൺ ഹാളിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവെട്ടി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ, മുനിസിപ്പൽ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. കില റിസോഴ്സ് പേഴ്സൺ PR സ്റ്റാൻലി ക്ലാസ് എടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ നന്ദിയും പറഞ്ഞു. മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ മാലിന്യ പരിപാലന മനോഭാവം വളർത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തുന്ന പരിപാടിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ്. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യം എങ്ങനെ ഒരു ശുചിത്വ സുന്ദരമായിട്ടുള്ള രാജ്യമാക്കി മാറ്റണമെന്ന ഗവൺമെൻറ്റുകളുടെ കാഴ്ചപ്പാടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വച്ഛ് ഭാരത് പദ്ധതി, കേരളത്തിൻ്റെ ശുചിത്വ മിഷനും പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. നമ്മുടെ നാട് ഏറ്റവും ശുചിത്വപൂർണ്ണമായിട്ടുള്ള സൗന്ദര്യമുള്ളൊരു നാടായി നമ്മുടെ നാട് മാറണം. കാരണം ശുചിത്വമുണ്ടെങ്കിലേ രാജ്യത്ത് ആരോഗ്യമുണ്ടാവുള്ളൂ. അപ്പോൾ ആരോഗ്യമുള്ളൊരു ജനത രാജ്യത്തിൻ്റെ സമ്പത്താണ്. ആ സമ്പത്ത് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നല്ല ആരോഗ്യ സമ്പന്നരായിട്ടുള്ള ജനത, പുതിയ തലമുറ ഈ രാജ്യത്ത് ജന്മം കൊള്ളേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ ഈ ഫോർട്ടിഫൈഡ് റൈസ് അടക്കം നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഫോർട്ടിഫൈഡ് റൈസ്, അതായത് സമ്പുഷ്ടീകരണം നടത്തിയ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതും പോഷക മൂല്യമുള്ള ന്യൂട്രിയൻസ് അംഗൻവാടികളിലടക്കം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഏറ്റവും പോഷക മൂല്യമുള്ള ഭക്ഷണം കഴിച്ച് ഏറ്റവും ആരോഗ്യ സമ്പന്നതയോട് കൂടിയിട്ടുള്ള ജനത ഈ രാജ്യത്തുണ്ടാവണം. എങ്കിൽ മാത്രമേ നല്ല ഒരു ജനതയെ സൃഷ്ടിക്കാനും അതുവഴി നല്ല സമൂഹം നമ്മുടെ രാജ്യത്ത് രൂപം കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനാണ് നിങ്ങളെ അതിന് പ്രാപ്തരാക്കാനായിട്ട് ശ്രമമാണ്. മാലിന്യം മല രൂപം കൊള്ളുമ്പോൾ അതിൽ നിന്നും വലിയ സംസ്കരണ കാലത്ത് മുന്നോട്ട് പോയി ഇത് അതിനെ വേർതിരിച്ച് കമ്പോസ്റ്റിങ്ങിൻ്റെ ഇതിലേക്ക് വന്ന് അതിൽ വിദ്യാർത്ഥികൾ വന്നത് UP പുറത്തിശ്ശേരി നാടായിക്കോണം. ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കും പിടിപ്പുകേടിനുമെതിരെ സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തിയതിൽ പ്രതിഷേധിച്ച് സംസ്കാര സാഹിതി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. ആൽത്തറയ്ക്കൽ സംഘടിപ്പിച്ച പ്രതിരോധ സദസ്സ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൾ ഹഖ്, മുനിസിപ്പൽ കൗൺസിലർമാരായ കുര്യൻ ജോസഫ്, സുരഭി വിനോദ്, ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ്, ബിജു പോൾ അക്കരക്കാരൻ, ഭരതൻ പൊന്തെങ്കണ്ടത്ത്, KG ഉണ്ണികൃഷ്ണൻ, ജോസഫ് പള്ളിപ്പാട്ട്, AC സുരേഷ്, KK വിശ്വനാഥൻ, സനൽ കല്ലൂക്കാരൻ, ജോമോൻ മാണാത്ത്, എബിൻ ജോൺ, സന്തോഷ് ആലൂക്കൽ എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യരംഗം
കഴിഞ്ഞ 10 വർഷക്കാലമായി വളരെയേറെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ലോകത്തെ തന്നെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയായി മുൻ UDF സർക്കാരുകളുടെ കാലത്തൊക്കെ വാഴ്ത്തപ്പെട്ടിരുന്ന ആ ആരോഗ്യ മേഖല കഴിഞ്ഞ 10 വർഷക്കാലമായി വെന്റിലേറ്ററിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ 10 വർഷക്കാലമായുള്ള 2 ആരോഗ്യ വകുപ്പ് മന്ത്രിമാരുടെ പിടിപ്പുകേടുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം ഈ രീതിയിൽ പിന്നോക്കം പോകുമ്പോൾ, ഈ രീതിയിൽ നിഷ്ക്രിയമാകുമ്പോൾ, പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ നിന്ന് നല്ല രീതിയിലുള്ള സേവനം കിട്ടാതെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പിഴവുകൾക്ക് ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആ മേഖലയെ നിയന്ത്രിക്കുന്ന അതിന്റെ മന്ത്രിക്കാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അങ്ങനെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട മന്ത്രി കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയിലെ ആ ദുഷ്ചെയ്തികൾക്കെതിരെ ഇതുവരെ കൃത്യമായ നടപടിയെടുക്കാതെ ആ സിസ്റ്റം തകരാറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അഖില കേരള പുലയോദ്ധാരണ സഭ 56-ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിൽ നടക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് MK ഷിബു, സംഘാടക സമിതി ചെയർമാൻ IK ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 28 രാവിലെ 10 ചാലക്കുടി VR പുരം ചാത്തൻ മാസ്റ്റർ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 1 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 കാട്ടുങ്ങച്ചിറ സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര മാപ്രാണം ചാത്തൻ മാസ്റ്റർ ഹാളിൽ സമാപിക്കും. തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. 56ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിനിധി സമ്മേളനം ചാലക്കുടി VR പുരം ശ്രീ ചാത്തൻ മാസ്റ്റർ ഹാളിൽ 28/2/26 ശനിയാഴ്ച പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച 1/3/26 ഞായറാഴ്ച മാപ്രാണം ചാത്തൻ മാസ്റ്റർ ഹാളിൽ നിന്നും തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രകടനം, പൊതുസമ്മേളനം ഉള്ള കലാരൂപങ്ങളോടുകൂടിയ ഘോഷയാത്ര ലിസി കോളേജിൻ്റെ അവിടെ നിന്ന് ആരംഭിച്ച് 2:30 ആരംഭിച്ച് ഒരു 3:30 മാപ്രാണം ചാത്തൻ മാസ്റ്റർ ഹാളിൽ എത്തിച്ചേരുകയും ബഹുമാന്യനായ ഭവന റവന്യൂ മന്ത്രി K രാജൻ സാർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രതിനിധി സമ്മേളനം ശ്രീ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യുന്നതുമായി. CPIM ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ KP ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിൽസൺ, മുനിസിപ്പൽ കൗൺസിലർ PV ശിവകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇത്തരമൊരു രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയം ചർച്ച ചെയ്യണമല്ലോ. അത് ഭരണപക്ഷത്തോട് മാത്രമല്ല, പാർലമെന്റിനകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് അതിനനുസൃതമായ തീരുമാനം നമ്മൾ സ്വീകരിക്കണം. ഇതങ്ങനെയല്ല, ഏകപക്ഷീയമായ തീരുമാനമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത്. ഇപ്പോഴെന്തായി? വളരെ ചുരുങ്ങിയ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് കിട്ടിയിരുന്ന അസംസ്കൃത എണ്ണ പതുക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ 25% നികുതി ചുമത്തിയിരുന്ന അമേരിക്ക ഇപ്പോൾ 18% നികുതി ഇളവ് ചെയ്തു. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന നികുതി അങ്ങനെ തന്നെ, ചുങ്കം അങ്ങനെ തന്നെ ഉണ്ട്. അതിൽ കൂടാതെ 25% ഉയർത്തിയതിൽ 17% കുറച്ച് 18% ആക്കി. അപ്പം റഷ്യയിൽ നിന്ന് പൂർണ്ണമായി എന്നാണോ കൈയൊഴിയുന്നത് അന്ന് ഈ ഉയർത്തിയ 25% ചുങ്കം കുറയ്ക്കും. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇന്ത്യയോട് മാത്രമല്ല അമേരിക്ക ഈ സമീപനം സ്വീകരിച്ചത് ലോകത്തെ വിവിധ രാജ്യങ്ങളോട് സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ സ്വീകരിച്ച പല രാജ്യങ്ങളിലും അമേരിക്കയോട് പറഞ്ഞു. ഇപ്പൊ ചൈനയുടെ അടുത്ത് ഈ സമീപനം സ്വീകരിച്ചു. ചൈനയ്ക്ക് 100-100% തന്നെ ചുങ്ക് ഉയർത്തി ചൈനയുടെ ഉൽപ്പന്നങ്ങൾ മേൽ. അമേരിക്കയിലേക്ക് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണമെങ്കിൽ 10-80% തുക കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ചൈന പറഞ്ഞു
നിങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം വർദ്ധിപ്പിക്കാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലെ 23ാമത് ബാച്ച് നഴ്സിംഗ് വിദ്യാർത്ഥിനികളുടെ ലാമ്പ് ലൈറ്റിംഗ് പ്രോഗ്രാം കുഴിക്കാട്ടുശ്ശേരി മരിയ തെരേസ സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻ ബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ ആശുപത്രി പ്രസിഡന്റ് കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജിന്നി ജോയ്, നഴ്സ് മാനേജർ മിനി ജോസഫ്, ആശുപത്രി വൈസ് പ്രസിഡന്റ് E ബാലഗംഗാധരൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നദാനിയൽ തോമസ് എന്നിവർ പ്രസംഗിച്ചു. നഴ്സിംഗ് ട്യൂട്ടർ സംഗീത ആൻഡോ സ്വാഗതവും സുജിന്ത MS നന്ദിയും പറഞ്ഞു. മാതാപിതാക്കളോട് ഒരു വാക്ക്, നിങ്ങൾ ഏറ്റവും ഭാഗ്യപ്പെട്ടവരാണ്. കാരണം നഴ്സിംഗ് എവിടെ പഠിച്ചാലും അതിന് മൂല്യമുള്ളതാണ്. ഇന്ന് BA കഴിഞ്ഞ് BCom എടുത്ത് എല്ലാം പാസ്സായിട്ട് പോലും നഴ്സിംഗ് അഡ്മിഷന് വേണ്ടി കുട്ടികൾ ഓടി നടക്കുകയാണ്. എനിക്ക് തന്നെ അറിയാം, കുഴിക്കാട്ടുശ്ശേരിയിൽ BSc കോളേജ് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ 25 സീറ്റ് 1994 25 സീറ്റ് കിട്ടിയത് BSc 60 സീറ്റ് വന്നപ്പോൾ 20 സീറ്റായിട്ട് ചുരുങ്ങി. 200 അപ്ലിക്കേഷനാണ് ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഞങ്ങൾക്ക് വന്നത്. 200 അപ്ലിക്കേഷൻ 20 സീറ്റിന് വേണ്ടി. അത്രയും ഹൈ ഡിമാൻഡിങ് ആണ് ഈ നഴ്സിംഗ് പ്രൊഫഷൻ. ഡിയർ സ്റ്റുഡൻസ്, മോഡേൺ നഴ്സിംഗിൻ്റെ ഫൗണ്ടറസായ വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗലിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓരോ നേഴ്സസും നേഴ്സിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നത്. ആ ധീരവനിത നേഴ്സിംഗ് രംഗത്ത് സമ്മാനിച്ച നന്മകളെ, മൂല്യങ്ങളെ നാം ഓരോരുത്തരും ഉൾക്കൊള്ളണം. ഈ രോഗി ശുശ്രൂഷ രംഗം ഒരു വിളിയാണ്, ഈശ്വരൻ നൽകിയ ദാനമാണ്. നാം എവിടെ നേഴ്സിംഗ് പഠിച്ചാലും ആ സ്ഥാപനത്തെ ആത്മന സ്നേഹിക്കണം. സ്ഥാപനത്തിൻ്റെ നന്മ. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സ്വാഗത സംഘം ഓഫീസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ രഞ്ജി അക്കരക്കാരൻ, ചെയർമാൻ ഷാജു കണ്ടംകുളത്തി, കത്തീഡ്രൽ ട്രസ്റ്റി PT ജോർജ്, കത്തീഡ്രൽ കോൺഗ്രസ് സെക്രട്ടറി റോബി കാളിയങ്കര, ട്രഷറർ ഡേവിസ് ചാക്കാലക്കൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി, ജോയിന്റ് കൺവീനർമാരായ ഷാജു പാറേക്കാടൻ, അഡ്വക്കേറ്റ് ഹോബി ജോളി, വർഗീസ് ജോൺ, കോർഡിനേറ്റർ ജോസ് മാമ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. മാർച്ച് 15 മുതൽ 22 വരെ മുനിസിപ്പൽ മൈതാനിയിലെ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ വച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അഖില കേരള തലത്തിൽ വിവിധ ക്ലബുകളെയും ടീമുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ ഇന്റർനാഷണൽ പ്ലെയേഴ്സ് പങ്കെടുക്കുന്ന ഒരു ക്വാളിറ്റി തലങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കളികളാണ് നാം മനസ്സിൽ വിഭാവന ചെയ്ത് ആരംഭിച്ചത്. അതിൻ്റെ 3ാമത് ടൂർണമെന്റ് നാം ആരംഭിക്കുകയായി മാർച്ച് മാസം 15-ാം തീയതി. അതിനാവശ്യമായിട്ടുള്ള ഭാരവാഹികളെയും ഉത്തരവാദിത്വപ്പെട്ട വ്യക്തികളെയും നാം തെരഞ്ഞെടുക്കുകയുണ്ടായി. നമ്മുടെ ഇരിഞ്ഞാലക്കുട KCCയുടെ പ്രസിഡന്റായിരിക്കുന്ന. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.